ഹായ് ഗായ്സ്. അപ്പം ഇന്ന് ഞാൻ ഇവിടെ ബുക്ക് റിവ്യൂ നടത്താൻ പോകുന്നത് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ പ്രമേയമാക്കി 1948 തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച രണ്ടിടങ്ങഴി എന്ന നോവലിനെ പറ്റിയാണ്. അപ്പോൾ നോവലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ഒരു ജീവിതത്തിന് നേർക്കാഴ്ചയാണ്. അവരുടെ സംഭാഷണ രീതിയും അവരുടെ ജീവിത ശൈലിയും പിന്നെ അവരോട് മേലാളന്മാർ കാണിച്ചിരുന്ന ക്രൂരതകളെയും അക്രമങ്ങളെയും പറ്റിയിട്ട് തകഴി ശിവശങ്കരപ്പിള്ള വളരെ ലളിതവും ഇത് നോക്കുമ്പോൾ തന്നെ വളരെ സിമ്പിളാണ്. അതേപോലെ ചെറിയ ബുക്കാണ്, പക്ഷെ അവരുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെയും പറ്റി നമ്മുടെ മനസ്സിൽ പകർത്താൻ ഈ ബുക്കിന് സാധിക്കും. പിന്നെ ഇതിൽ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ 1948 DC ബുക്ക് പബ്ലിഷ് ചെയ്ത ബുക്കാണ്. ഇതിനുള്ള മെയിനായിട്ട് 3 സെക്ഷൻസ് ആണ്. അതിൽ 26 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് കോരൻ, ചിരുത, പിന്നെ കോരൻ്റെ അച്ഛനെ പറ്റി പറയുന്നുണ്ട്, കുഞ്ഞപ്പി, കോരൻ്റെ ഫ്രണ്ട്, പിന്നെ ചാത്തൻ എന്നിവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. പിന്നെ ഔസേപ്പ് മുതലാളി. അപ്പോൾ ഇതിൽ കോരനും ചിരുതയുടെയും സ്നേഹത്തിൻ്റെ ആഴങ്ങളെ പറ്റിയിട്ടും അവരുടെ ഇല്ലായ്മയിലുള്ള അവരുടെ സ്നേഹബന്ധത്തെ പറ്റിയിട്ടും പിന്നെ സമരം ഒരു രാഷ്ട്രീയം കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞപ്പി ഒരു നല്ല സുഹൃത്തായി പിന്നെ കുഞ്ഞപ്പിനെ പറ്റിയിട്ടും കോരൻ്റെ അച്ഛൻ്റെ കഠിനാധ്വാനത്തെ പറ്റിയിട്ടൊക്കെ ഈ ബുക്കിൽ പകർന്ന് നൽകുന്നുണ്ട്. പിന്നെ ഇതിൽ ചിരുതയുടെ കഠിനാധ്വാനത്തെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഓതർ കൊടുത്തിരിക്കുന്നത് ചിരുതേനെ വിവാഹം ചെയ്യുന്നവർക്ക് പട്ടിണി ഉണ്ടായിരിക്കില്ല, കാരണം അവൾക്ക് കൃഷിയിടത്തിലത്തെയും വീട്ടിലെ പണികളാണെങ്കിലും അവൾ വളരെ കഠിനാധ്വാനിയായിട്ടും പിന്നെ അവരുടെ കർഷകരുടെ ആ ഒരു കഠിനാധ്വാനത്തെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പുലയന്മാർ, പറയന്മാർ, അവരെ കാവലാൾ എന്നാണ് പറയുന്നത്, ലാൻഡ് ലോഡ്സിന്റെ സ്ഥലത്തിന്റെ കാവലാൾ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ അവരുടെ അധ്വാനത്തെയും അവരുടെ ദാരിദ്ര്യത്തെയും പിന്നെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആ ഒരു സമരത്തിന് എല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഈ ഓതറിന്റെ പറയുന്നത് എപ്പിക് റൈറ്റർ ഓഫ് കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മിക്ക നോവലുകളിലാണെങ്കിലും രചനകളിലാണെങ്കിലും കുട്ടനാടിന്റെ കർഷകരുടെ ഒരു ജീവിതത്തിന് നേർക്കാഴ്ചയാണ് എന്നാണ് പറയുന്നത്. സോ അപ്പോൾ അതാണ് എൻ്റെ ഒരു റിവ്യൂ ആയിട്ട് പറയുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിനെ പറ്റി. എല്ലാ മലയാളികളും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ബുക്കിനെ പറ്റിയിട്ടുള്ള റിവ്യൂ. ഇതോടൊപ്പം തന്നെ കണ്ണുകൾ തുറന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ചൊരു അത്ഭുത ലോകമാണ് വായന എന്ന ഹാരിസൺ കെയ്ലറിൻ്റെ ഒരു കോട്ടോട് കൂടി നിർത്തുന്നു. നന്ദി.